സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. So today is the last part of this lesson. നമ്മൾ ഈ ലെസൺ അങ്ങ് തീർക്കാണ് ഇന്നത്തോടെ കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ ഇതിന്റെ താഴെ കമന്റിൽ ഇട്ടോളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഓൾ യുവർ ഡൗട്ട്സ്, നിങ്ങൾക്ക് മനസ്സിലാവാത്ത റിപ്പീറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇന്നെന്താ നമ്മൾ എടുക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അലോയ് സ്റ്റീൽ ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ അയോണിനെ ഉണ്ടാക്കി അല്ലെ. നമ്മൾ അയോണിനെ ബ്ലാസ്റ്റ് ഫേർണസിനെ കിട്ടി അയോണ്. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്റ്റീൽ ഉണ്ട് അല്ലെ. എന്താണ് ഈ സ്റ്റീല്? സ്റ്റീൽ ആദ്യം അലോയ് എന്ന് പറയും. എന്താണ് അലോയ്? അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് എ കോമ്പിനേഷൻ അല്ലെ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 or more എലിമെന്റ്സ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ മിക്സ്ചർ. അതൊരു മിക്സ്ചർ ആയതിന്റെ 2 അല്ലെങ്കിൽ 2 or more എലിമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട്, നമുക്ക് ഇന്ന എലിമെന്റ് എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ദേ ആർ കമ്പൈൻ ടുഗെദർ ടു ഫോം ഒരു ന്യൂ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരികയാണ്. അവരാണ് എന്ത് പറയുന്നത്? എലോയ്. എലോയ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more elements or metals, 2 or more different metals combined together to form alloys. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് alloys ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള alloys ആണ്. ഒന്ന് ബ്രാസ്, പിന്നെ ഒന്ന് ബ്രോൺസ് ഉണ്ട്, പിന്നെ ഉള്ളതാണ് നമ്മുടെ സ്റ്റീൽ. സ്റ്റീൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ alloy. ആര് alloy ആണ്? സ്റ്റീൽ ഇസ് എൻ alloy ഓഫ് iron and carbon. അയോണിന്റെ കൂടെ little bit of amount of carbon is added to increase its strength, and thereby we are getting steel. അപ്പൊ എന്താണ് സ്റ്റീൽ? Steel is an alloy which is formed by the combination of iron and carbon, or carbon is added to iron in order to increase its strength, and so by we are getting an alloy steel. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്റ്റീലിനെ കിട്ടും. സ്റ്റീൽ എന്താണെന്ന് ആരും അറിയാതിരിക്കരുത്. സ്റ്റീൽ എന്ന് പറഞ്ഞൊരു അലോയ് ആണ്. ഒരു മെറ്റൽ, ഡയറക്ട് മെറ്റൽ എലിമെന്റ് ഒന്നും അല്ല, ഇറ്റ്സ് എൻ അലോയ്. എങ്ങനെയാണ് ആ അലോയ് ഉണ്ടായത്? അയണും കാർബണും കൂടെ മിക്സ് ചെയ്തപ്പോഴാണ് നമുക്ക് സ്റ്റീൽ എന്ന അലോയ് കിട്ടുന്നത്. ഇനിയിപ്പോ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള സ്റ്റീലാണ്. നിങ്ങൾ നല്ലോണം കേട്ടിട്ടുണ്ടാവും, സ്റ്റെയിൻലെസ് സ്റ്റീൽ. കേട്ടിട്ടുണ്ടാവും. അഡ്വർടൈസ്മെന്റ് ഒക്കെ പറയും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്, ഒരിക്കലും തുരുമ്പിക്കില്ല, യു ഡോണ്ട് ഗെറ്റ് റാഷ്, അത് ഓക്സിഡൈസ് ചെയ്ത് പോകത്തില്ല, ഇറ്റ്സ് എ ഗുഡ് വൺ എന്നൊക്കെ പറയും. അതെന്താണ്? അത് സ്റ്റീലാണ്. അലോയ്, സ്റ്റീലിന്റെ അലോയ് ആണ്. സ്റ്റീലിന്റെ അലോയ് തന്നെ എന്താ? സ്റ്റീലിന്റെ അലോയ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് അതർ മെറ്റൽസ് ടു ദി സ്റ്റീൽ. സ്റ്റീലിലേക്ക് അതർ മെറ്റൽസിനെ ആഡ് ചെയ്യും. സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്? അയണും കാർബണും. അതിന്റെ കൂടെ വേറെ എലിമെന്റ്സിനെ ആഡ് ചെയ്യും. എന്തിനാണ്? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഇറ്റ് പ്രോപ്പർട്ടീസ്. അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്തിട്ട് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് alloys. So what is meant by an alloy? Alloy is a combination of 2 or more metals, or can be metals or non-metal, 2 or more elements. പിന്നെ what is a steel? Steel is an alloy of iron and carbon. ഇനി എന്താണ് alloy steel? Alloy steel are those in which other elements are mixed with the steel. സ്റ്റീലിന്റെ കൂടെ other elements മിക്സ് ചെയ്യാണ്. അപ്പൊ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്താ? ഇറ്റ് ഈസ് എൻ alloy of steel. എങ്ങനെയാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? അയൺ, കാർബൺ, പിന്നെ നമുക്കുള്ളതാണ് നിക്കൽ, ക്രോമിയം. ആരൊക്കെയാണുള്ളത്? Iron, carbon, nickel and chromium are the constituents present in the stainless steel. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുന്നത് ഇപ്പൊ തന്നെ. അയണും കാർബണും നിങ്ങൾക്കറിയാം. ഇനി എന്താണ് ഈ നിക്കലും ക്രോമിയം കൂടെ? നിക്കൽ എന്ന് പറഞ്ഞ എലിമെന്റും ക്രോമിയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് തോന്നിയ പോലെ ഇടുന്നില്ല. വിൽ ബി എ പെർട്ടിക്കുലർ പെർസെന്റേജ്, ഇത്ര പെർസെന്റേജ് നിക്കൽ, ഇത്ര പെർസെന്റേജ് ക്രോമിയം. ഇട്ടാൽ മാത്രമേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാവുള്ളൂ. കോമ്പോസിഷൻ മാറിയാൽ വേറെ എല്ലോ. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ യൂസസ് എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ. മേക്കിംഗ് യൂട്ടൻസിൽസ്. ഈ യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? പാത്രങ്ങൾ അല്ലെ. മേക്കിംഗ് ഓഫ് യൂട്ടൻസിൽസ്, മേക്കിംഗ് ദി പാർട്സ് ഓഫ് വെഹിക്കിൾസ്, മേക്കിംഗ്
ദി പാർട്സ് ഓഫ് വെഹിക്കിൾസിന്റെ പാർട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്? പിന്നെ നിങ്ങൾക്ക് കുറെ ക്രാഫ്റ്റ്സ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ക്രാഫ്റ്റ്സ് യൂസ് ചെയ്യണം ഒക്കെ നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്മൾ കാണുന്ന പല ടൈപ്പ് ഓഫ് ഫ്ലവർ വേസസ്, അങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ടാക്കേണ്ടത്. ബട്ട് ജനറലി വി വിൽ കോൾ ഇറ്റ് ഫോർ മേക്കിംഗ് യൂട്ടൻസിൽസ്, മേക്കിംഗ് ദ പാർട്സ് ഓഫ് വെഹിക്കിൾസ്. ഇനി അടുത്ത അലോയ് ഓഫ് ആണ്, അലോയ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നിക്രോം. എന്താണ്? നിക്രോം. ഒന്നുകൂടെ പറയുന്നത് ശ്രദ്ധിച്ചോക്കെ, നിക്രോം. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അലോയ് ആണ്, മനസ്സിലാവും. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ, അതായത് സ്റ്റീലിന്റെ അലോയ് ആണ്. അപ്പൊ സ്റ്റീൽ തന്നെ നമുക്ക് ഒറ്റയെടുക്കാൻ എന്താണ്? അയണില് കാർബൺ മിക്സ് ചെയ്യും. ഓക്കെ, ഇനി ഈ പേര് നോക്കി, നിക്രോം. അപ്പൊ അതിനെന്തൊക്കെയുണ്ട്? നിക്കലും ക്രോമിയം. അപ്പൊ നിങ്ങൾ നോക്കും, അല്ല രണ്ടാളും ഒരേപോലെ ഉണ്ടല്ലോ. അയൺ കാർബൺ നിക്കൽ ക്രോമിയം, മാം പറഞ്ഞു സ്റ്റെയിൻലെസ് സ്റ്റീൽ. അയൺ കാർബൺ നിക്കൽ ക്രോമിയം, മാം പറയുന്നത് നിക്രോം ആണെന്ന്. എന്താ ഡിഫറൻസ്? ഡിഫറൻസ് ഇസ് ബേസ്ഡ് ഓൺ ദി കോമ്പോസിഷൻ. ഇതിൽ ചിലപ്പം ഉണ്ടായിരിക്കുന്ന നിക്കലിന്റെ പെർസെന്റേജ് അല്ല ഇതിലുണ്ടാകുന്ന ക്രോമിയത്തിന്റെ പെർസെന്റേജ് അല്ല സ്റ്റെയിൻലെസ് സ്റ്റീലില്. ഇതിലുള്ള കാർബണിന്റെ പെർസെന്റേജ് ആയിരിക്കില്ല ഇതില്ല. അപ്പൊ അതിന്റെ കോമ്പോസിഷൻ വ്യത്യാസമായിട്ട് അതിന്റെ പേര് മാറി. ദാറ്റ് ഇസ് നിക്രോം. നിക്രോം എന്തിനാ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ. ഇറ്റ് ഇസ് യൂസ് ടു മേക്ക് ഹീറ്റിംഗ് കോയിൽസ്. അല്ലെ, ഹീറ്റിംഗ് കോയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആരാ യൂസ് ചെയ്യുന്നത്? നിക്രോം. അപ്പൊ ഇത് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. Though stainless steel and nichrome have same elements, what make the difference? Only the difference is based upon the composition of the element. How many percentage or the percentage of the element present in stainless and nichrome. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ. നിക്രോം മാത്രം പഠിച്ചാൽ, നിക്രോം ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫ്രണ്ട് എന്ന് ആലോചിച്ചാൽ മതി. നിക്ര. അപ്പൊ നിക്കലും ക്രോമിയം. പിന്നെ അയണും കാർബണും നമുക്കറിയാം. ഇനിയുള്ള വേറൊരു അലോയ് ഓഫ് അയൺ ആണ് അൽനിക്കോ. ഭയങ്കര എളുപ്പമായിരുന്നു. അയൺ ആണല്ലോ, അയൺ. പിന്നെ എന്താ? അലൂമിനിയം. നിക്കൽ. CO കൊബാൾട്ട്. ക്യാപിറ്റൽ ലെറ്റർ C സ്മോൾ ലെറ്റർ O ആണ്. ക്യാപിറ്റൽ ലെറ്റർ സിയും ക്യാപിറ്റൽ ലെറ്റർ O ആയ ആള് മാറി കാർബൺ മോണോക്സൈഡ്. സോ ദീസ് ആർ ദ 3 മെയിൻ അലോയ്സ് യു ഹാവ് ടു ലേൺ നൗ. എക്സാമിൽ ചോദിക്കും വാട്ട് ഇസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ട് ഒറ്റയടിക്ക് ആലോചിക്കുക. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അയണിന്റെ കൂടെ കാർബൺ. സ്റ്റെയിൻലെസ് സ്റ്റീലും നിക്രോമും ഫ്രണ്ട്സ് ആണ്, നിക്കൽ ക്രോമിയം. അപ്പൊ അയൺ കാർബൺ നിക്കൽ ക്രോമിയം, നിക്രോം അയൺ കാർബൺ നിക്കൽ ക്രോമിയം. ഇനി അൽനിക്കോ എന്ന് പറയുന്നത് അയൺ അലൂമിനിയം നിക്കൽ കൊബാൾട്ട്. ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ അൽനിക്കോ യൂസ് ചെയ്യാറുണ്ട്. പഠിച്ചല്ലോ. ഇപ്പൊ ആർക്കും ബുക്ക് എടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? വാട്ട് ഇസ് എൻ അലോയ്? ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more metals to form a new substance. Then steel എന്താ? സ്റ്റീൽ ഇസ് എ കോമ്പിനേഷൻ ഓഫ് അയൺ ആൻഡ് കാർബൺ. ഇനി അടുത്ത എന്താ? അലോയ് ഓഫ് സ്റ്റീൽ. അലോയ് ഓഫ് സ്റ്റീൽ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്താ? സ്റ്റെയിൻലെസ് സ്റ്റീലും നിക്രോമും ഫ്രണ്ട്സ് ആണ്. അപ്പൊ നിക്കൽ ക്രോമിയം ഉണ്ട്. ഈ സ്റ്റീൽ എന്ന് പറയുന്നത് അയണും കാർബൺ. അപ്പൊ അയൺ കാർബൺ നിക്കൽ ക്രോമിയം. നിക്രോം എളുപ്പമാണ്. അയൺ കാർബൺ നിക്കൽ ക്രോമിയം. അൽനിക്കോ അലൂമിനിയം നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട്. അതിന്റെ കൂടെ അയണും കൂടെ വന്നു. കഴിഞ്ഞില്ല. ഇവരെ യൂസസ് പഠിക്കാൻ ഒരു പാടുമില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് എന്നും അറിയുന്നതാണ്. യൂട്ടൻസിൽസ് ഉണ്ടാക്കാനും വെഹിക്കിൾസിന്റെ പാർട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. നിക്രോം നിങ്ങൾ ഫിസിക്സ് പഠിച്ചതിന്റെ ഹീറ്റിംഗ് കോയിൽസ്. പിന്നെ ഇയാളാണ് അൽനിക്കോ ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്സ്. പഠിച്ചല്ലോ. വെരി സിമ്പിൾ. അപ്പൊ ഇതാണ് നമ്മുടെ അലോയ് സ്റ്റീലിനെ പറ്റി പഠിക്കുന്നത്. ഇനിയാണ് മക്കളെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്താണ് പഠിക്കാനുള്ളത്. എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മള് അയേണിൻ്റെത് പറഞ്ഞപ്പോ ഞങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്സിനും 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാം. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ അലൂമിനിയം. അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബട്ട് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഇസ് വെരി ഈസി. എഗെയിൻ ആൻഡ് ടെല്ലിങ്. പഠിക്കുമ്പം ടെക്സ്റ്റ് പിന്നെ വായിക്കുക. ആദ്യം ഞാൻ പറയുമ്പോൾ പോയിന്റ്സ് നോട്ട് നിങ്ങൾ എന്റെ കൂടെ ഒന്ന് പഠിച്ച് ഈസി ആയിട്ട് അലൂമിനിയം നിങ്ങൾ ഇപ്പൊ പഠിച്ചു തരും. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എന്റെ കൂടെ തന്നെ ഇരുന്ന് പഠിക്കും. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അലൂമിനിയത്തിനെ ഉണ്ടാക്കുക കാര്യങ്ങളെന്നൊക്കെ. അപ്പൊ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? അലൂമിനിയം. അപ്പൊ അലൂമിനിയം എന്താണ്? അലൂമിനിയം ഇസ് എ ലൈറ്റ് വെയ്റ്റ് സിൽവറി വൈറ്റ് മെറ്റൽ. ലൈറ്റ് വെയ്റ്റ് സിൽവറി വൈറ്റ് മെറ്റൽ. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയാം കേട്ടോ. അലൂമിനിയം. ഇനി ഞാൻ ആദ്യം ഒന്ന് ചോദിക്കട്ടെ, മെറ്റലിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്? നിങ്ങൾ 8th 9th പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മെറ്റൽസ്? ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നത്, ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയണം
മെറ്റൽ എന്താ? മെറ്റൽസ് ആർ ലെസ്ട്രസ്. ലെസ്ട്രസ് എന്ന് പറഞ്ഞാൽ അവർക്ക് തിളക്കം ഉണ്ടാവും അല്ലെ, ദേ ക്യാൻ പ്രൊഡ്യൂസ് ഒരു നല്ല ഷൈനിങ് സർഫസ് ഉണ്ടാവും. ദേ ആർ മാലിയബിൾ. മാലിയബിൾ എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് അടിച്ചു പരത്തിയിട്ട് ഷീറ്റ് ആക്കാൻ പറ്റും അല്ലെ. മാലിയബിലിറ്റി മീൻസ് ദേ ക്യാൻ ബി മെയ്ഡ് ഇൻ ടു തിൻ ഷീറ്റ്സ്. അടിച്ച് നമുക്ക് നന്നായി പരത്തി ഷീറ്റ് ആക്കാൻ പറ്റും. ഡക്റ്റിലിറ്റി, ഡ്രോൺ ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. ഈ മെറ്റൽസിനെ നമുക്ക് ചെറിയ ചെറിയ വയേഴ്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, പിന്നെ എന്താ നമ്മൾ പറയുക, ലെസ്ട്രസ് ആണ്, ഹാർഡ് ആണ്, ഷൈനിങ് സർഫസ് ആണ്. ഇതൊക്കെയാണ് മെറ്റൽസിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതേ കേട്ടോ. അപ്പൊ നമ്മൾ അലൂമിനിയം. അലൂമിനിയം എന്താ? അലൂമിനിയം ഒരു മെറ്റലാണ്, ലൈറ്റ് വെയ്റ്റഡ് ആണ്, സിൽവറി വൈറ്റ് കളർ ആയിട്ടുള്ള ഒരു മെറ്റലാണ്. ഇനി എന്തൊക്കെ അലൂമിനിയത്തിന്റെ യൂസസ്? അലൂമിനിയം ക്യാൻ യൂസ് ടു മേക്ക് ക്യാൻസ്, ടിൻസ്, പിന്നെ കിച്ചൺ യൂട്ടൻസിൽസ്. ഇപ്പൊ അലൂമിനിയം യൂട്ടൻസിൽസ് യൂസ് ചെയ്യാറ് എല്ലാവരും സ്റ്റീലാണ്. എന്നാലും നിങ്ങൾക്കറിയാം അലൂമിനിയം യൂട്ടൻസിൽസ്, അലൂമിനിയം ബക്കറ്റ്സ്, അലൂമിനിയം നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കുറെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അലൂമിനിയത്തിന്റെ. അലൂമിനിയം യൂട്ടൻസിൽസ് ആയി യൂസ്. അലൂമിനിയം വയേഴ്സ് അല്ലെ, അലൂമിനിയം നമ്മള് വയേഴ്സ് അതായത് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. അലൂമിനിയം വയേഴ്സ് ഉണ്ട്, അലൂമിനിയം ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. പിന്നെ റിഫ്ലക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ, വൈ അലൂമിനിയം ഇസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് യൂട്ടൻസിൽസ്? എന്തുകൊണ്ടാണ് അവരെ യൂട്ടൻസിൽസിനെ യൂസ് ചെയ്യുന്നത്? ബിക്കോസ് അലൂമിനിയം ഇസ് എ ഗുഡ് തെർമൽ കണ്ടക്ടർ. ഹീറ്റ് കണ്ടക്ട് ചെയ്യും, നല്ലോണം ഹീറ്റ് കണ്ടക്ട് ചെയ്യും. ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കല്ലേ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വൈ അലൂമിനിയം ഇസ് യൂസ് ഫോർ മേക്കിംഗ് യൂട്ടൻസിൽ? ബിക്കോസ് അലൂമിനിയം ഇസ് ഹാസ് ഹാവിംഗ് ഹൈ ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ ഹീറ്റ്, തെർമൽ എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, വൈ അലൂമിനിയം ഇസ് യൂസ് ഫോർ മേക്കിംഗ് for the transmission of electricity? Because it is a good conductor of electricity. Aluminum is a good conductor of electricity. Third one, why aluminum is used for reflectors? Because aluminum have high reflecting surface. Aluminum നല്ല reflecting surface ആയതുകൊണ്ട് it is used for making reflectors. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞാൽ എന്താണ് അലൂമിനിയം? അലൂമിനിയം എന്ന് പറഞ്ഞ ഒരു മെറ്റൽ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, സിൽവറി വൈറ്റ് ആണ്. അതിന്റെ യൂസസ് എന്താ? യൂസ് ഫോർ മേക്കിംഗ് ക്യാൻസ്, ടിൻസ്, യൂട്ടൻസിൽസ്, for the transmission of electricity. Then reflectors. അപ്പൊ ചോദിക്കും എന്തിനാ യൂട്ടൻസിൽസ്? യൂട്ടൻസിൽസിന് അലൂമിനിയം ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. വയേഴ്സ് അവൻ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റിക്ക് യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. എന്തുകൊണ്ട് റിഫ്ലക്ടർ? ബിക്കോസ് ഇറ്റ് ഹാസ് എ ഗുഡ് റിഫ്ലക്ടിംഗ് സർഫസസ്. മനസ്സിലായല്ലോ? ഇനിയാണ് നമ്മൾ പോണേക്ക് എക്സ്ട്രാക്ഷൻ. അപ്പൊ എക്സ്ട്രാക്ഷൻ ഞാൻ വീണ്ടും പറയില്ല. ഏതൊക്കെയായിരുന്നു സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം. ഒന്ന് എന്തായിരുന്നു? കോൺസെൻട്രേഷൻ അല്ലെ. സെക്കൻഡ് വൺ, കൺവേർഷൻ ഓഫ് ദി ഓർ ഇൻ ടു ഇറ്റ്സ് എന്തായിരുന്നു? ഓക്സൈഡ് ഫോം. അതിന് നമ്മൾ ഒന്ന് ചെയ്യും, ഒന്നുകിൽ റോസ്റ്റിംഗ് ചെയ്യും, അല്ലെങ്കിൽ കാൽസിനേഷൻ ചെയ്യും. എന്നിട്ട് പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? അതിൽ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ദാറ്റ് ഇസ് റിഡക്ഷൻ അല്ലെ. റിഡക്ഷൻ ആയിരുന്നു. റിഡക്ഷൻ പല രീതിയിൽ ക്യാരി ഔട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് വൺ എന്തായിരുന്നു? റിഫൈനിങ്. ഓർമ്മയുണ്ടല്ലോ? ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ ഇസ് കോൺസെൻട്രേഷൻ. അപ്പൊ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടേ? അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജിലേക്ക് പോവുകയാണ്. ദ ഫസ്റ്റ് വൺ ഇസ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ. എന്തായിരുന്നു കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ? കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ മീൻസ് റിമൂവിംഗ് ദി earthy impurities present in them അല്ലെ. ഇവരിലുള്ള earthy impuritiesനെയൊക്കെ മാറ്റണം. കുറെ ടെക്നിക്ക് ഉണ്ടായിരുന്നു. വാഷിംഗ് ഉണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻ ഉണ്ട്, ഹൈഡ്രോളിക് സെപ്പറേഷൻ ഉണ്ട്, ലീച്ചിങ് ഉണ്ട്. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു ലീച്ചിങ് യൂസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ അലൂമിനിയത്തിന്റെ ഓർ. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പറ്റും കേട്ടോ. ദ ഓർ ഓഫ് അലൂമിനിയം, എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയത്തിന്റെ ഓർ. ആരാണ് അലൂമിനിയത്തിന്റെ ഓർ എന്നറിയാം? പഠിച്ചിരിക്കണം. ബോക്സൈറ്റ്. എന്താണ് ഫോർമുല? Al2O3 2H2. എന്താണ്? ഇതാണ് ബോക്സൈറ്റ്. Bauxite is the ore of aluminium. The first step is concentration of the ore. Concentration of the ore means the removal of earthy impurities from the ore. So here for bauxite we are using the method of leaching. Leaching എന്ന് പറഞ്ഞ മെത്തേഡാണ് നമ്മൾ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ദ പൗഡേർഡ് ഓർ, പൗഡർ ചെയ്ത ബോക്സൈറ്റിനെ പൗഡേർഡ് ഓർ ഇസ് ട്രീറ്റഡ് വിത്ത് hot concentrated NaOH solution. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു. എന്തായിരുന്നു ലീച്ചിങ്? ലീച്ചിങ് എന്തായിരുന്നു? Leaching is the process in which the
the ore is treated with a chemical substance. Ore ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൽ മിക്സ് ചെയ്യാം. അപ്പൊ അത് മിക്സ് ചെയ്യുമ്പോൾ the ore get dissolved in that and the impurities can be filtered off. ore എന്താവും ആ കെമിക്കൽ സബ്സ്റ്റൻസിൽ ഡിസോൾവ് ചെയ്യും, എന്നിട്ട് നമുക്ക് ഫിൽട്ടർ ഓഫ് ചെയ്യും. ആ കല്ലോ മണ്ണോ വേണ്ടാത്ത സിലിക്കേറ്റോ ആരൊക്കെ ഇളാടിക്കൊള്ളൂ. എന്നിട്ട് നമ്മൾ ഈ സൊല്യൂഷനിൽ ഇപ്പം ആരുണ്ടാവും, ഓറും ഉണ്ടാവും, ആ അതിലേക്ക് വേറൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് വേണ്ട ഓറിനെ എന്താക്കിയെടുക്കും, പ്രസിപ്പിറ്റേറ്റ് ആക്കിയിട്ട് ഫിൽട്ടർ ചെയ്ത് മാറ്റും. ഓർമ്മയിൽ അതിനെ അവിടെ ചെയ്യാൻ പോണത്. സോ ഹിയർ പൗഡർഡ് ഓർ ഇസ് ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോ വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബോക്സൈറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട്, അപ്പൊ ഇവിടെ എന്താ നടക്കുക, ഈ അലൂമിനിയം അതായത് നമ്മുടെ ബോക്സൈറ്റ് ഈ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം, വെരി ഇമ്പോർട്ടന്റ്, ഓരോന്നിന്റെയും ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. സോഡിയം അലുമിനേറ്റ് ഉണ്ടാക്കും. ആദ്യം എന്താണ്, ലീച്ചിങ് ആണ്. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ പൗഡർഡ് ഓർ ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് NaH സൊല്യൂഷൻ. ഈ അലൂമിനിയം അതായത് നമ്മുടെ ബോക്സൈറ്റിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായി ട്രീറ്റ് ചെയ്തിട്ട് സോഡിയം അലുമിനേറ്റ് കിട്ടിയല്ലോ. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്, നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ഈ സോഡിയം അലുമിനേറ്റ് ആ സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അതിന്റെ കൂടെ സിലിക്ക, അയൺ ഓക്സൈഡ് അങ്ങനത്തെ കുറെ വേണ്ടാത്ത ഉണ്ട്, അവരെ നമ്മൾ എന്ത് ചെയ്യും, ഫിൽട്ടർ ഓഫ് ചെയ്യും. ഓക്കെ, നൗ വി ഗെറ്റ് ദ സൊല്യൂഷൻ. നമുക്ക് ആ വെള്ളത്തിൽ ആ സോഡിയം അലുമിനേറ്റ് ഉണ്ട്. ഇനി ഈ സൊല്യൂഷനിലേക്ക് വി ആർ ജസ്റ്റ് ആദ്യം നമ്മൾ പാസ് കാർബൺ ഡയോക്സൈഡ്, കുറച്ച് കാർബൺ ഡയോക്സൈഡിനെ പാസ് in order to neutralize the solution. എന്നിട്ട് to this we are adding freshly prepared ഉണ്ടാക്കിയ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ആഡ് ചെയ്യും. ഇതിലേക്ക് എന്ത് ചെയ്യും, ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ആഡ് ചെയ്യും. ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ആഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് വീണ്ടും പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇവിടെ ഇപ്പൊ സോഡിയം അലുമിനേറ്റ് അല്ലേ, ഇപ്പൊ നമുക്കറിയാം ഇതിലുള്ള അലൂമിനിയത്തിന് നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പുറത്തുനിന്ന് വെച്ച് കൊടുക്കും. അപ്പൊ എന്താ, ഓട്ടോമാറ്റിക്കലി ഇതിൽ കിടക്കുന്ന എല്ലാ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് നമുക്ക് നല്ല തിക് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ എന്താ വെച്ചാൽ നൗ വി ആർ ഗെറ്റിംഗ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. നമ്മൾ അപ്പൊ നിങ്ങൾ ഇതിന്റെ ആഡ് ചെയ്ത് ആ ഒരു പ്രോസസ്സിന് സീഡിംഗ് എന്നാണ് പറയാം. നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിക്കും. അതായത് നമ്മൾ ഒരു ചെറിയ സാധനം ഇട്ടെടുത്തിട്ട് കൂടുതൽ അതേ സാധനം പുറത്തേക്ക് കൊണ്ടുവരിക, അതായത് സീഡിംഗ്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത് വെച്ചാൽ ടു ദിസ് സൊല്യൂഷൻ ഇൻ വിച്ച് സോഡിയം അലൂമിനേറ്റ് ഇസ് ദേർ വി ആർ ആഡിംഗ് ഫ്രഷ്ലി പ്രിപ്പയർഡ് അപ്പം ഉണ്ടാക്കിയ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ്. സോ വി വിൽ ഗെറ്റ് ലാർജ് എമൗണ്ട് ഓഫ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. പ്രസിപ്പിറ്റേറ്റ് കിട്ടി. ദിസ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ നമ്മുടെ ഈ തൈരൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുകളിൽ ഇങ്ങനെ കട്ട പോലെ ഉണ്ടാവില്ല, അതേപോലത്തെ സാധനമാണ് ഈ പ്രസിപ്പിറ്റേറ്റ്, വെള്ള കളർ. ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ വി വിൽ ഫിൽറ്റർ, വാഷ് ചെയ്തു നീറ്റാക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യും, and this aluminum hydroxide is heated. ഇനി അടുത്ത പ്രോസസ് എന്താ, ഹീറ്റഡ്. A substance is heated in the presence of excess of air. എന്താണ്, yes, roasting. So we are carrying out roasting. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ, റോസ്റ്റിംഗ് ഗ്യാസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ എന്ത് നടന്നു, നമ്മൾ റോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. റോസ്റ്റിംഗ് എന്തായിരുന്നു അല്ലെ, കൺവേർഷൻ ഓഫ് ദി ഓർ ഇൻ ടു മെറ്റൽ. അതിൽ രണ്ട് സ്റ്റേജ് ആണ്. ഒന്ന് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എബവ് അതായത് മുകളിൽ കിട്ടിയിരിക്കുന്ന അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ we just heat in the presence of excess air. അപ്പൊ നമുക്ക് എന്ത്, ഹൈഡ്രോക്സൈഡിനെ ഹീറ്റ് ചെയ്തപ്പോ എനിക്ക് കിട്ടി Al2O3. അലൂമിനിയത്തിന്റെ ഒരു ഓക്സൈഡ് എന്താണ് പറയാന്നറിയോ, ഇതിന് പറയുന്ന പേരാണ് അലൂമിന. വെരി ഇമ്പോർട്ടന്റ്, ഇതിൽ ഓരോ പേരും ഇമ്പോർട്ടന്റ് ആട്ടോ, അലൂമിന. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി, ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തു, ഹീറ്റ് ചെയ്തു. അപ്പൊ എനിക്കൊരു ഒരു അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടി. അതിന് ഞാൻ നല്ല എക്സസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്തപ്പോൾ അതിലുള്ള വാട്ടർ ഒക്കെ പോയിട്ട് എനിക്ക് ഓക്സൈഡ് ഫോം കിട്ടി. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ദാറ്റ് ഈസ് ദി കൺവേർഷൻ, അതായത് റോസ്റ്റിംഗ് ഓർ കാൽസിനേഷൻ. ഇവിടെ നമ്മൾ എക്സസ് ഓഫ് എയറിൽ നമ്മൾ ഹീറ്റ് ചെയ്തപ്പം വെള്ളമൊക്കെ പോയി നമുക്ക് അലൂമിനിയം ഓക്സൈഡ്. ഇനി ഇത് എന്ത് ചെയ്യണം, ഈ ഓക്സിജൻ ഒഴിവാക്കണം. റിഡക്ഷൻ ഷുഡ് ബി ക്യാരിഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു റിഡക്ഷൻ പലതരത്തിൽ ചെയ്യാം അല്ലെ, പല കാർബൺ വെച്ച് ചെയ്യാം, കാർബൺ മോണോക്സൈഡ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോളിസിസ്. ഹിയർ വി കാൻ യൂസ് കാർബൺ വെച്ചിട്ട് അലൂമിനിയം ഓക്സൈഡിനെ ഡയറക്റ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. വൈ? because aluminum is more reactive than carbon, so we can't directly add carbon. അതായത് കോക്കോ അല്ലെങ്കിൽ കാർബൺ ആഡ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. So here we are going with the process known as electrolysis. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്,
ഇലക്ട്രോളിസിസ്. ആരുടെ ഇലക്ട്രോളിസിസ് ആണ്? അലുമിനിയുടെ ഇലക്ട്രോളിസിസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മാത്രം ചോദിക്കും. ഹൗ വി ക്യാൻ പ്രൊഡ്യൂസ് അലൂമിനിയം ഫ്രം അലുമിന. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോളിസിസ്. എന്താണ് ഇലക്ട്രോളിസിസ്? നിങ്ങൾക്ക് അറിയാലോ അല്ലെ? സെപ്പറേഷൻ ഓഫ് എ കെമിക്കൽ കോമ്പൗണ്ട് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ നമ്മൾ ആരുടെ ഇലക്ട്രോളിസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ പോകുന്നത്? അലൂമിന. അലൂമിന എന്ന് പറയുന്നത് Al2O3. ഇലക്ട്രോളിസിസ് ക്യാരി ഔട്ട് എന്ത് വേണം? കാത്തോഡ് വേണം. വേണല്ലോ. ആനോഡ് വേണം. പിന്നെ എന്ത് വേണം? ഇലക്ട്രോലൈറ്റ് വേണം. ഇലക്ട്രോലൈറ്റ് നമുക്കറിയാം. അപ്പൊ ഇത്രയും സാധനം വേണം. ഇലക്ട്രിസിറ്റി വേണം അല്ലെ? അപ്പൊ ആദ്യം ഇലക്ട്രോലൈറ്റ് ആരാ? നമ്മുടെ. അപ്പൊ ഇലക്ട്രോലൈറ്റ് ആയ അലുമിനിയത്തിന്റെ കൂടെ, അലുമിനിയക്ക് ഭയങ്കര ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഒന്ന് കുറയ്ക്കണം, അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അലുമിനിയന്റെ കൂടെ ക്രയോലൈറ്റ് എന്ന് പറഞ്ഞൊരാളെ ചേർക്കും. ഈ ക്രയോലൈറ്റ് ആരാ? നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? Na3Al(X6). ഓക്കെ, Na3 ഇതെന്താ? മിനറൽ ഓഫ് അലുമിനിയം. അപ്പം എന്താണ് ഇപ്പം വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആഡിങ് ക്രയോലൈറ്റ്? ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ മെൽറ്റിംഗ് പോയിന്റ്. ഇതിന്റെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഓൾസോ ടു ഇൻക്രീസ് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് അലുമിന, ക്രയോലൈറ്റ് ഇസ് ആഡ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാലോ. എന്താണത്? അതില് നിങ്ങൾക്ക് കാണുന്ന ഒരു ടാങ്ക് കാണും അല്ലെ? ആ ടാങ്കിന്റെ സ്പെഷ്യാലിറ്റി എന്താ? അത് ലൈൻ ചെയ്തിരിക്കുന്നത് കാർബൺ വെച്ചിട്ടാണ്. എന്താണ്? ഒരു ടാങ്ക് കണ്ടു അല്ലെ? അതിലാണ് നമ്മൾ ഇലക്ട്രോളിസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതിന്റെ ലൈനിങ് എന്ന് പറയുന്നത് കാർബൺ ആണ്. സോ ദ ടാങ്ക് ആക്ട് ആസ് ദി കാത്തോഡ്. അപ്പൊ എന്താണ്? ആ കാർബൺ ലൈൻഡ് ടാങ്ക് ആക്ട് ആസ് ദി കാത്തോഡ്. അപ്പൊ അത് എളുപ്പം ആലോചിക്കാൻ. കണ്ടെയ്നർ തന്നെയാണല്ലോ നമ്മൾ ഇങ്ങനത്തെ പറയില്ലേ? കണ്ടെയ്നർ കാത്തോഡ് CC എന്ന് ആലോചിച്ചത്. പിന്നെ ടാങ്ക് ആണ്, പക്ഷെ നമ്മൾ ആ കണ്ടെയ്നർ എന്നുള്ള ആലോചിക്കുമ്പോ കണ്ടെയ്നർ ലൈൻഡ് വിത്ത് കാർബൺ ലൈൻ ചെയ്തിരിക്കുന്നത്, അതാണ് അവിടെ കാത്തോഡ്. ഇനി ആനോഡ് എന്താ? ഇതിന്റെ കാണാൻ കുറെ ചെറിയ ചെറിയ റോഡ്സ് കാണുന്നത്. അതാണ് നമ്മുടെ കാർബൺ റോഡ്സ് ആണ്. നമ്മുടെ എന്ത്? ആനോഡ്. അപ്പൊ ടാങ്ക് ലൈൻഡ് വിത്ത് കാർബൺ ആണ് ഇവിടെ കാത്തോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആനോഡ് ആയിട്ട് ആരാ ആക്ട് ചെയ്യുന്നത്? നമ്മുടെ കാർബൺ റോഡ്സ്, which is the electrolyte. Electrolyte is the mixture of alumina and cryolite. Why cryolite is added? Cryolite is added to decrease the melting point and also to increase the thermal conductivity. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ പോവാണ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ആദ്യം അലുമിന. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ ചെറിയ രീതിയിൽ നിങ്ങൾ ഇതിന്റെ കൺഫ്യൂഷൻ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ റിയാക്ടിവിറ്റി സീരീസിൽ ഒരു റിയാക്ഷൻ പറഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ഡൗട്ടാണ് നിങ്ങൾക്ക്. അപ്പം ആദ്യം Al2O3. ഓക്കെ, ഈ Al2O3 ഓക്സിജന്റെ വാലൻസി എന്താ? ഓക്സിജന്റെ എന്നും വാലൻസി നമുക്കറിയാം -2 ആണ് അല്ലെ? ഓക്കെ, അപ്പൊ എപ്പോഴും ഇവര് എല്ലാവരുടെയും കൂടെ ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ 3 × 2 -6 ആണ്. ഇനി അലൂമിനിയത്തിന്റെ വാലൻസി നമുക്കറിയില്ല. ഇവിടെ നമ്മൾ X എന്ന് കൊടുക്കുക. പ്ലസ് ആണ് നമുക്കറിയാം, പക്ഷെ നമുക്കല്ല. അപ്പൊ X × 2 is equal to 0. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ ആഡ് ചെയ്തതിന് 0 ആയിരിക്കണം. അപ്പൊ -3 × 2 6, -6 + 2x is equal to 0, അല്ലെങ്കിൽ -6 + 2x is equal to 0, or 2x is equal to 6, x is equal to 3. അപ്പൊ നമുക്ക് അലൂമിനിയത്തിന്റെ ബാലൻസ് കിട്ടി. Al2O3 അലൂമിനിയത്തിന്റെ ഇത് -2, ഇത് +3. ഓക്കെ, ഇനി ഈ അലൂമിനിയം എന്താ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇവരെന്താ? ഡിസോസിയേറ്റ് ചെയ്യും അല്ലെ? എന്തെങ്കിലും they are undergoing dissociation. So what is happening? This aluminum oxide, when electricity is passed, it will decompose into എത്ര അലൂമിനിയം ഉണ്ട്? 2 2Al3+ പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 3. ഓക്സിജന്റെ വാലൻസി എന്താ? 3O2- ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും അല്ലെ? NaCl Na+ഉം Cl- ആവും എന്ന് പറയുന്ന പോലെ തന്നെ അലൂമിനിയം ഓക്സൈഡ് അലൂമിനിയം ഓക്സിജനും ആവും. അവിടെ വാലൻസി പറയണം. അലൂമിനിയത്തിന്റെ +3, ഓക്സിജൻ -2. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കാം. ഇനി നമുക്കറിയാം കാത്തോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്.
കാത്തോഡ്. അപ്പൊ ഞാൻ ഈ ഇലക്ട്രോളിസിസ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ഇ ആണ്. ഇയിൽ ആനോഡാണ് പോസിറ്റീവ്. എക്സാമിന് A+ കിട്ടണം. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ വോൾട്ടേക് സെൽ ഇലക്ട്രോലൈറ്റിക് സെൽ ഒക്കെ പറയുമ്പോൾ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത് നിങ്ങൾ കോഡ് ആലോചിക്കുക ഈ എക്സാമിന് ഇലക്ട്രോലൈറ്റിക് സെൽ എപ്പോഴും ആനോഡ് പോസിറ്റീവ് ആവും. എക്സാമിന് A+ കിട്ടണം, അതായത് നമ്മുടെ കോഡ്. അപ്പൊ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാത്തോഡ് -1. ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ഞാൻ ആലോചിക്കാൻ പറഞ്ഞു, ആനോഡ് എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതുന്ന. അപ്പൊ എയും ഓയും ഒരുപോലെയാണ്. എന്റെ 4 കളഞ്ഞ O ആയി. അപ്പൊ ആനോഡ് ഇസ് ദ പ്ലേസ് വെയർ ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് ആൻഡ് കാത്തോഡ് ഇസ് ദ പ്ലേസ് വെയർ റിഡക്ഷൻ ടേക്ക് പ്ലേസ്. ഇതൊക്കെ നമ്മൾ മുന്നത്തെ റിയാക്ടിവിറ്റി സീരീസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആനോഡ് ഇസ് ദ പ്ലേസ് വെയർ ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് ആൻഡ് കാത്തോഡ് ഇസ് ദ പ്ലേസ് വെയർ റിഡക്ഷൻ. അപ്പൊ പറഞ്ഞ 2 കോഡാണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ലില്. ഇ എന്നുള്ളത് നമ്മുടെ എക്സാം എന്നും A+ എന്നുള്ളത് നമുക്ക് എക്സാമിന് A+ കിട്ടണം എന്നുള്ള കോഡാണ്. അപ്പൊ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവ്. അപ്പൊ നമ്മൾ അത് എത്തിച്ചു. ഇനി ആനോഡിന് ഓക്സിഡേഷൻ ആണ് റിഡക്ഷൻ ആണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ആനോഡിന്റെ A സ്മോൾ ലെറ്ററിൽ എഴുതി അതിന്റെ 4 നോക്കിയാൽ O പോലെ ഉണ്ട്. അപ്പം ആനോഡിൽ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലൂസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ലൂസ് 0 ആയി പോവാ. എയും ഓയും ഒരുപോലെ പോകുന്നു പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. കാത്തോഡ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ ആനോഡ് പ്ലസിന്റെ അടുത്തേക്ക് ആരാ വരിക? മൈനസ് ആയിട്ടുള്ള ആരാ മൈനസ് ആയിട്ടുള്ളത്? ഓക്സിജൻ O2- വരും. മൈനസിന്റെ അടുത്തേക്ക് അലൂമിനിയം വരും. കാത്തോഡ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യും. എത്ര ഇലക്ട്രോൺ വേണം? അലൂമിനിയത്തിന്റെ കയ്യിൽ 3 പ്ലസ് ചാർജ് കിടക്കുകയാണ്. അപ്പൊ അതിന് 3 ഇലക്ട്രോണ് വേണം. അപ്പൊ അതെന്ത് വെച്ചു? 3 ഇലക്ട്രോണൊക്കെ ആക്സെപ്റ്റ് ചെയ്തത് എന്താ? അലൂമിനിയം. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും കാത്തോഡ്. കാത്തോഡ് ആരാ? നമ്മുടെ കാർബൺ ടാങ്ക് ലൈൻഡ് വിത്ത് കാർബൺ. ടാങ്ക് ലൈൻ വിത്ത് കാർബൺ. അവിടെ എങ്ങനെ അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി ആനോഡ് ആരാ? ആനോഡ് നമ്മുടെ കുറെ കാർബൺ റോഡ്സിന്റെ അവിടേക്ക് ഓക്സിജൻ പോകും. ഓക്സിജൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കണം? 2 ഇലക്ട്രോൺ അതങ്ങ് കൊടുത്തിട്ട് ഓക്സിജൻ ഉണ്ടാവും. പക്ഷെ ഈ ഓക്സിജൻ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അത് വേറെയും ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും ഒരു ഓക്സിജനും കൂടെ 2 ഇലക്ട്രോണിനെ കൊടുത്തിട്ട് ഓക്സിജൻ ഉണ്ടാവും. അപ്പൊ ഓൾ ടുഗെദർ എങ്ങനെയാവും? 2 O2- 4 ഇലക്ട്രോണിനെ കൊടുത്തിട്ട് ഓക്സിജൻ ഗ്യാസ് ഉണ്ടാവും. കണ്ട, ഓക്സിജൻ ഗ്യാസ് ഉണ്ട്. ഈ ഓക്സിജൻ ഗ്യാസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കാർബൺ റോഡില്ലേ, ഈ കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യും. എന്ത് ലിബറേറ്റ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഈ കാർബൺ റോഡുമായിട്ട് ഈ ഓക്സിജൻ റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ റോഡ്സിനെ മാറ്റിക്കൊണ്ടിരിക്കണം. വൈ വി ഹാവ് ടു ചേഞ്ച് ദ റോഡ്സ് ഡ്യൂറിംഗ് ദിസ് ഇലക്ട്രോളിസിസ് ഓർ this electrolysis? Because the oxygen which is produced at the anode combines with the carbon rod to produce carbon dioxide. അപ്പൊ അതിന്റെ കാർബണിന്റെ ആ ഒരു കാർബൺ ഡിപ്ലീറ്റ് ചെയ്തു കുറഞ്ഞു വരും. അപ്പൊ in order to avoid that we are changing, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാർബൺ റോഡ് മാറ്റിക്കൊണ്ടിരിക്കും. മനസ്സിലായി? ഇതാണ്. അപ്പൊ നമുക്ക് ആര് കിട്ടി? അലൂമിനിയത്തിന് കിട്ടി. എവിടെ? കാർബൺ ലൈനിന്റെ ടാങ്കിൽ കിട്ടി. അപ്പൊ ഇത്രയും നേരം എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ അതായത് അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തത്? ആദ്യം നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ ചെയ്തു. അത് ലീച്ചിങ് ആയിരുന്നു. ലീച്ചിങ്ങിൽ നമുക്ക് എന്തിനെ കിട്ടി? സോഡിയം അലൂമിനിയത്തിനെ കിട്ടി. ആ അലൂമിനിയത്തിലേക്ക് നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. ആ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ചൂടാക്കിയപ്പോൾ അലൂമിനിയം കിട്ടി. അലൂമിനിയം എടുത്തിട്ടാണ് ഇലക്ട്രോളിസിസ് ചെയ്തത്. ഇലക്ട്രോളിസിസിൽ നമ്മൾ കാർബൺ ലൈൻഡ് വിത്ത് ടാങ്ക് ആണ് കാത്തോഡായിട്ടും ആനോഡായിട്ട് കാർബൺ റോഡ്സും യൂസ് ചെയ്ത്. പിക്ചർ നിങ്ങൾക്ക് കാണാം. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ അലൂമിനിയം ഓക്സൈഡ് ഡീകമ്പോസസ് ടു പ്രൊഡ്യൂസ് അലൂമിനിയം ആൻഡ് ഓക്സിജൻ അയൺ. ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആള് നെഗറ്റീവിന്റെ അടുത്തേക്കും നെഗറ്റീവ് ആയിട്ടുള്ള ആള് പോസിറ്റീവിന്റെ അടുത്തേക്കും അലൂമിനിയം കാത്തോഡിന്റെ അടുത്ത് റിഡക്ഷൻ നടന്നിട്ട് അലൂമിനിയം മെറ്റലായിട്ട് ടാങ്കിന്റെ താഴെ ഡെപ്പോസിറ്റ് ചെയ്യും. ഫ്രം ദെയർ വി ക്യാൻ ബി റിമൂവ്. ആനോഡിന്റെ അടുത്തേക്ക് ഓക്സിജൻ മൂവ് ചെയ്തിട്ട് ഓക്സിജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് കമ്പൈൻ വിത്ത് കാർബൺ ടു പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുകൊണ്ട് ഈ കാർബൺ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ ഇലക്ട്രോലൈറ്റ് ഞാൻ പറഞ്ഞു ക്രയോലൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള അലൂമിനിയം ആണ്. എന്തുകൊണ്ടായിരുന്നു വെച്ചാൽ ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പൊ എലോയ് സ്റ്റീൽ എലോയ് അത് വന്നു. പിന്നെ ഈ കിട്ടിക്കഴിഞ്ഞാൽ അലൂമിനിയത്തിന് വീണ്ടും റിഫൈൻ ചെയ്യും. പക്ഷെ അത് നമുക്ക് പഠിക്കേണ്ട ഭാഗ്യത്തിന് അത് പഠിക്കാനില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളൂ. മനസ്സിലാവാത്ത കാര്യമൊക്കെ കമന്റ്സിൽ ഇട്ടോളൂ. അപ്പൊ ഇനി നെക്സ്റ്റ് സെഷൻ എന്ന് വിചാരിക്കണം നമ്മുടെ ടെക്സ്റ്റ് ബാക്ക് എക്സർസൈസ്, അത് കഴിഞ്ഞിട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ.
അപ്പൊ എല്ലാവരും നന്നായി പഠിക്കും. ഓക്കെ, താങ്ക് യു.